സിനിമ ചെയ്യാൻ മറ്റേ ആർക്കും ഒരു ഊഹമില്ലാതിരുന്ന് സ്റ്റാർട്ട് കട്ട് പറയുന്നതല്ല. ഒരാൾ എന്ത് ചെയ്യണം, എന്ത് ചലിക്കണം എന്നൊക്കെയുള്ള മുൻവിധി ഉള്ള ആളായിരിക്കണം ഡയറക്ടർ. എനിക്ക് അവിടെ ഒന്ന് രണ്ടിടത്ത് പെശക് പറ്റി. ഒരു ഉദാഹരണം പറയാം. പാദമുദ്രയിൽ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുമെന്നുള്ള പാട്ടിൻ്റെ പിക്ചറൈസേഷൻ സമയത്തെ ഇത് കഴിഞ്ഞിട്ട് മോഹൻലാൽ പാട്ട് കഴിഞ്ഞിട്ട് എണീക്കുമല്ലോ, സീമയുടെ മുറിയിലേക്ക് പോകാനായിട്ട് നെടുമുടി വീണു ബോധമില്ലാതെ കിടക്കുക. അപ്പോൾ ഇയാൾ എണീറ്റ് ഇങ്ങനെ ഈ മുണ്ട് മേളിലോട്ട് ചേർത്ത് വെച്ചിട്ട് നെടുമുടി വേണുവിനെ കവച്ച് സീമയുടെ മുറിയിലേക്ക് പോകുന്നത്. ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. പക്ഷെ സ്റ്റാർട്ടും പറഞ്ഞുപോയി. ഈ സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത്. അയാൾ എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് പറഞ്ഞിട്ട് ചെയ്യാം. അപ്പം ഞാൻ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ആ സമയത്ത് മോഹൻലാൽ എണീറ്റു മുണ്ട് മടക്കി തെറുത്ത് കൊണ്ടുവന്നു കാലിൻ്റെ തൊട ഇങ്ങനെ തടവി നെടുമുടി വേണുവിനെയും കവച്ച് വെച്ച് നേരെ സീമയുടെ മുറിയിലേക്ക് ചെന്നു. കഥകിന് തട്ടിയല്ല, ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നെടുമുടി വേണുവിനെ ഒന്ന് നോക്കി, വീണ്ടും ഒന്നുകൂടെ തട്ടി ശബ്ദം കേൾക്കുന്നുണ്ടോ, നെടുമുടി വേണു ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാം. എന്നിട്ട് ഇല്ലെന്നറിഞ്ഞറിഞ്ഞ് ഒറ്റ തട്ടിലങ്ങ് കയറി. അപ്പോൾ അത്രയും ആത്മധൈര്യം അവിടെ ആയിട്ടുണ്ട്. ഇതെല്ലാം ആ ആർട്ടിസ്റ്റിനല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. സാധാരണ ആണെങ്കിൽ ഇങ്ങനെ എണീറ്റ് എന്നങ്ങ് മുറി കയറും. പക്ഷെ നമ്മൾ മൈന്യൂട്ടായിട്ട് ചിന്തിച്ചു. അങ്ങയുടെ സിനിമയിൽ മോഹൻലാലിന് പുരസ്കാരവും കിട്ടി. അതിൽ പുരസ്കാരവും കിട്ടി.